നമസ്കാരമായി ഡോക്ടർ തുടരുന്നു. ഡോക്ടർ, നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. തലകറക്കത്തിന് ഹോമിയോപ്പതി നൽകുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്? തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ വളരെ ഫലവത്താണ്. മറ്റ് മോഡേൺ വൈദ്യശാസ്ത്രത്തിൽ ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണത്തിനാണ് മരുന്ന് കൊടുക്കുന്നതെങ്കിൽ ഹോമിയോപ്പതിയിൽ മരുന്ന് കൊടുക്കുന്ന രോഗിയുടെ ലക്ഷണങ്ങൾ വിലയിരുത്തിയിട്ടാണ്. ആ രോഗി പ്രകടിപ്പിക്കുന്ന ലക്ഷണം ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ വിലയിരുത്തി. ഉദാഹരണത്തിന് ഒരു തലകറക്കം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവർക്കും കിടന്നാൽ ആശ്വാസം കിട്ടും. പക്ഷെ ഞങ്ങൾ കിടന്നാൽ ആശ്വാസം കിട്ടാതെ രോഗി എഴുന്നേറ്റിരിക്കുന്ന പേഷ്യൻ്റ് ഉണ്ട്. അവർക്ക് എപ്പിസ് മെലിഫിക്ക എന്ന് പറഞ്ഞ മരുന്ന് കൊടുത്താൽ വളരെയധികം റിസൾട്ട് കിട്ടും. അതുപോലെ തലകറക്കം വന്നു കഴിഞ്ഞാൽ ചിലവർ കണ്ണടച്ചു കിടക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാകുന്ന അവർക്ക് ഞങ്ങൾ തെറിഡിയോൺ എന്ന് പറഞ്ഞ മരുന്നാണ് അധികം ഉപയോഗിക്കുക. അതേപോലെ കണ്ണ് തുറന്നു പിടിച്ചാൽ തലകറക്കം ഉണ്ടാകുന്നവരുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റില്ല, ഇറുക്കി പൂട്ടി പിടിക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ റൊട്ടേഷൻ ഫീൽ ചെയ്യും. അവർക്ക് ടബാക്കം എന്ന് പറയുന്ന മരുന്ന് കൊടുക്കും. അതേപോലെ നമ്മൾ ഈ തലകറക്കത്തിൽ തന്നെ തലകറക്കം, വെർട്ടിഗോ, ഡിസിനസ്, അങ്ങനെ അല്ലെങ്കിൽ ലൈറ്റ് ഹെഡ്നെസ്, തലക്ക് കനം ഇല്ലാത്ത പോലെ തോന്നാം, അതുകൊണ്ട് ആടിപ്പോവാം, ഈ വക ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഒരു പേഷ്യന്റ് കുറെ നാൾ സുഖമില്ലാതെ കിടന്ന് അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് തലകറങ്ങി വീഴും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ അലിട്രിസ് ഫാരിനോസ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കും. അത് വളരെ ഫലവത്താണ്. ഇപ്പോൾ ഒരു ടൈഫോയിഡ് പിടിച്ച് കുറേ ദിവസം കിടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് ആക്സിഡന്റ് പറ്റി കുറേ നാൾ കിടന്നു, അയാൾ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ തലകറങ്ങും. അങ്ങനെയുള്ളവർക്ക് അലിട്രിസ് എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കും. ഒരാൾക്ക് ചിലപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ തലകറങ്ങും, അയാൾക്ക് ഈ ഫെറമെറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഞങ്ങൾ കൊടുക്കുക. അതുപോലെ ഒരു നല്ല പൊക്കത്തിലുള്ള ഒരു ചെയറിൽ, നല്ല ഹൈറ്റിലുള്ള ചെയറിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് തലകറങ്ങും. അപ്പോൾ ഹൈറ്റ് കുറച്ച് വെച്ചിരിക്കാനാണ്, അല്ലെങ്കിൽ ഹൈറ്റുള്ള ചെയറിൽ കയറിയിരിക്കില്ല. അങ്ങനെയുള്ള മരുന്നിന് ആലോസ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് കൊടുക്കും. അങ്ങനെ ഒരേ രോഗി പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ അത് പ്രത്യേകം ഒരാൾ വന്നിട്ട് പറയണം എനിക്ക് തല ഇറങ്ങുന്നുണ്ട്, ഛർദിക്കണം, ചുറ്റുപാടുള്ള കറങ്ങുന്നതായിട്ട് തോന്നുന്നു, എനിക്ക് ഈ വക ലക്ഷണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഹോമിയോപ്പതിയിൽ മരുന്ന് സെലക്ട് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. അൺകോമൺ പെക്യുലർ നമ്മൾക്ക് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക വില കൊടുക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒരു പ്രത്യേകത തോന്നും. ചെന്ന് കിടക്കുമ്പോൾ ഒരാൾക്ക് തലകറങ്ങാൻ, എനിക്ക് കിടക്കാൻ പറ്റുന്ന എഴുന്നേറ്റിരിക്കുക എന്ന് പറയുന്നത് ആൾക്ക് നമുക്കൊരു കോൺട്രാഡിക്ടറി ആണ്. അതിനൊരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ അത് എപ്പിസ് മെലിഫിക്ക എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ പല മരുന്നുകൾ, ഇപ്പോൾ ഈ നേരത്തെ ഒരു പേഷ്യൻ്റ് കൊളസ്ട്രോളിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ കൊളസ്ട്രോൾ കൊണ്ട് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ അലുമിന എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കും. പക്ഷെ പേഷ്യൻ്റ് ചിലപ്പോൾ പ്രത്യേകിച്ച് വേറെ ലക്ഷണങ്ങളൊന്നും പറയുന്നില്ല, കൊളസ്ട്രോൾ അധികമുണ്ട്, ബ്ലോക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാണ് വരുന്നത്. മറ്റു ലക്ഷണങ്ങൾ കിട്ടിയില്ലെങ്കിൽ ആ രീതിയിലും ഞങ്ങൾ ചിന്തിച്ചിട്ട് മരുന്ന് കൊടുക്കും. അപ്പോൾ അവിടെ അലുമിന എന്ന് പറഞ്ഞ മരുന്നിന് വളരെയേറെ ആക്ഷൻ കിട്ടും. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരമായി ഡോക്ടറാണ്, ഇതാരാണ്? എന്റെ പേര് മുസ്തഫ, അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്റെ പേര് മുസ്തഫ. എനിക്ക് ഈ ഇടത് ചെവിയുടെ ഡയഫ്രം ഒരു കുറെ കൊല്ലം മുമ്പ് പൊട്ടിയതായിരുന്നു. ഡയഫ്രം. അപ്പൊ ചെവി ഇടത് കേൾവി കുറവാണ്. അപ്പൊ അത് തോന്നുന്നില്ല, ഒരു 10-12 വർഷമായിട്ട് തലകറക്കമുണ്ട്. തലകറക്കം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന സമയത്ത് ഇത് ലോകം മുഴുവൻ കറങ്ങുന്നതായിട്ട് തോന്നും. പിന്നെ അപ്പൊ നമ്മൾ ബാലൻസ് തെറ്റും. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ആൾറെഡി മറ്റേ കൺട്രോൾ അല്ലാതെ വരുന്നുണ്ട്. ഇപ്പോ ഏകദേശം 8 വർഷം ബെറ്റാസർക്ക് എന്നൊക്കെ ടാബ്ലറ്റ് കഴിച്ചു, 8 മില്ലിഗ്രാമിന്റെയും 60 മില്ലിഗ്രാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്കാൻ ചെയ്തെല്ലാം നോക്കിയിട്ടാണ് വെച്ചത്. ഇപ്പൊ പറഞ്ഞ ഇടത് ചെവിയുടെ തകരാറാണ്, കേൾവിക്കുറവാണ്. അത് കഴിഞ്ഞ് വേറെ ഡിസ്നി എന്നൊരു ടാബ്ലറ്റ് ഏകദേശം 6 വർഷം കഴിച്ചു. ഇപ്പോഴും എന്നും അതിനൊരു ശാശ്വത പരിഹാരമില്ല, ഇപ്പോഴും മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് വരാൻ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം, വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വരാം, ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ഒരാൾ വന്ന് തലക്കടിക്കുമ്പോൾ വരാൻ തലകർമ്മം നേരിട്ടും. പല ഡോക്ടേഴ്സും പറയുന്നത് നോൺ മെഡിസിൻ അല്ല, മെഡിസിനൊക്കെ ഉണ്ട്. നിങ്ങളുടെ തലകറക്കം ഈ ചെവിയാണ് ഇതിന്റെ വില്ലൻ. ചെവിയുടെ പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്നതാണ് ഇത്. നമ്മളുടെ ചെവിടിന്റെ ഉള്ളിൽ ലാബ്രിന്ത് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിൽ കുറച്ച് ഫ്ലൂയിഡും ഉണ്ട്. നമ്മൾ കാണുന്ന വസ്തുക്കളെ കാണുകയും ആ വസ്തുക്കളെ ചലിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചലിക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ലാബ്രിന്തിലുള്ള ഫ്ലൂയിഡ് ചലിക്കും. ഈ ഫ്ലൂയിഡ് ചലിച്ചിട്ട് നമ്മൾ ചെവിടിന്റെ കുഴപ്പം കൊണ്ടാണ് ആ ചലനം, ചിലപ്പോൾ വസ്തുക്കളുടെ ചലനം നിന്നാലും ഈ ചലനം നിൽക്കാതെ വരും. അല്ലെങ്കിൽ നമ്മൾ ചലിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാലും വെസ്റ്റിബുലാർ ഫ്ലൂയിഡിൽ, ഈ ലാബ്രിന്തിലുള്ള ഫ്ലൂയിഡ് ചലനം നിർത്താതിരിക്കും. അപ്പോഴാണ് നമുക്ക് തലകറക്കം തോന്നുക. ഈ ലാബ്രിന്തിൽ നിന്ന് വെസ്റ്റിബുലാർ നെർവ് വഴി ബ്രെയിൻ സ്റ്റെമ്മിലേക്കും സെറിബെല്ലത്തിലേക്കും കമ്മ്യൂണിക്കേഷൻ കൊടുക്കും.
ഈ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ഈ ചലനങ്ങളെ ശരിയായ രീതിയിൽ വീക്ഷിക്കുന്നതിന് ബ്രെയിൻ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ ഈ ചെവിടിന് കംപ്ലൈന്റ് ഉള്ള അപ്പോൾ ഈ തകരാറ് സംഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് വരുന്നത്. ഇതിന് നിങ്ങൾ കുറെ നാൾ വെർട്ടിനോ സ്റ്റിജറോണോ കഴിച്ചതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ്രിന്തിനെ സെഡേറ്റ് ചെയ്യുന്ന മരുന്നുകളാണത്. ലാബ്രിന്തിനെ സെഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് നല്ല രീതിയിൽ അറിയാതിരിക്കും. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ലാബ്രിന്തിയൽ വെർട്ടിഗോ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ അസുഖം കൊണ്ട് ഗ്രാജുവലി പ്രോഗ്രസീവ് ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ ക്രമേണ കേൾവിയുടെ ശക്തി കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഈ ലാബ്രിന്തിയൽ സെഡേറ്റീവ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മുഖേന ഇത് കുറേ കൂടെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കേൾവിനെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അവസ്ഥ എത്തിക്കൊണ്ടിരിക്കും. ഇതിന് ഏറ്റവും നല്ലത് ഇപ്പം ഏതായാലും 12 വർഷത്തോളം മോഡേൺ മെഡിസിൻ പരീക്ഷിച്ചു, അതിൽ നിങ്ങൾക്ക് തൃപ്തികരമായ റിസൾട്ട് കിട്ടാത്ത നിലക്ക് ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ആ ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്നുകൾ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ തന്നെ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക, ഫലം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് തരുകയാണ് നിങ്ങൾക്ക്. നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ പറഞ്ഞോളൂ. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുകയാണ്. ചോദിച്ചോളൂ. എനിക്ക് 59 വയസ്സുണ്ട്. ഞാൻ ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുകയാണ്. എനിക്ക് ചെവിയിൽ ഒരു ശബ്ദം ഉണ്ടാവും, അപ്പോഴേ തല കറക്കവും ഉണ്ടാവും. ചെവിയിൽ ഇങ്ങനെ ഒരു FM റേഡിയോ മാതിരിയുള്ള ഒരു മൂളിക്കായിരിക്കും എപ്പോഴും. പിന്നെ കഴുത്തൊന്ന് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അന്നേരം എപ്പോഴൊക്കെ നിൽക്കും. കഴുത്തിനും ചെറിയ ഡോക്ടർ മനസ്സിലായി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന അസുഖമാണ്. നിങ്ങൾ ഡ്രൈവർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് സൗദിയിലേക്ക് വളരെ നേരെ കിടക്കുന്ന റോഡാണ്. അപ്പോൾ ഒരു പൊസിഷനിൽ തന്നെ പിടിച്ച് വണ്ടി ഓടിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. നമുക്ക് കംഫർട്ട് തോന്നുന്ന പൊസിഷനിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ അത് മാറുകയും ചെയ്യും. അത് ഒന്ന് നമ്മളെ കഴുത്തിലെ കശേരുകൾക്കുണ്ടാകുന്ന തേയ്മാനം അതിനൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം അങ്ങനെ വരുന്നത് കൊണ്ട് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് വെസലില് സഫീഷ്യന്റ് ആയിട്ട് ബ്ലഡ് കിട്ടാത്തതും ഒരു കാരണമാണ്. മൂന്നാമത്തെ കാരണം ഈ ചെവിടിന്റെ ഉള്ളിലെ ലാബ്രിന്ത് എന്ന് പറയുന്ന ലാബ്രിന്തൈറ്റിസ്, ലാബ്രിന്തിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ പഴുപ്പ് ഒരു കാരണമാണ്. നാലാമത് വരുന്നത് ലാബ്രിന്തിലുള്ള ഫ്ലൂയിഡിലെ വ്യത്യാസം. ഇതിന് മരുന്ന് കഴിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ സർവൈക്കൽ കോളർ ഉപയോഗിക്കുന്നത് ചിലവർക്കെങ്കിലും ഗുണം ചെയ്യും, ചിലവർക്ക് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ ചില എപ്പിയോർ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സസൈസ് ഉണ്ട്. ഇതിന് ഏതെങ്കിലും ഒരു ENT ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് ഈ എപ്പിയോർ എക്സസൈസ് പഠിപ്പിച്ചു തരും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. ആ എക്സസൈസ് ചെയ്താൽ പോലും ഈ തലകറക്കം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ആ ഹോമിയോ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഹോമിയോ മരുന്നുകൾ കഴിച്ചാലും ഇതിന് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ തല കറങ്ങുന്നതിന് മുമ്പ് ചെവിടിന് മൂളക്കം ഉണ്ടാവുകയും ആ മൂളക്കം കുറേയും കൂടെ അതിന്റെ രൂക്ഷതയിൽ എത്തിക്കഴിയുമ്പോൾ തലകറങ്ങം കുറച്ചും കൂടെ ശക്തിയിലെത്തുമ്പോൾ അയാൾ ഛർദ്ദിക്കുകയും ചെയ്യും. അതൊരു കോമൺ ഫിനോമിനയാണ്. പിന്നെ ഇത് കുറെ നാളെ കഴിയുമ്പോൾ വിത്തൗട്ട് ട്രീറ്റ്മെന്റ് പോലും മാറിപ്പോകാവുന്നതുമാണ്. അപ്പോൾ ഈ ഓൾഡ് ഏജ് ഇപ്പൊ 58 വയസ്സ് കൂടുന്തോറുമാണ് ഈ തലകറക്കത്തിന്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരെ അപേക്ഷിച്ച് പ്രായമുള്ളവർക്ക് ഈ അസുഖത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും തലകറക്കത്തിന്റെ ഹോമിയോ ചികിത്സയെക്കുറിച്ച് നമുക്ക് ഇത്രയധികം ഇൻഫർമേഷൻ തന്നതിനും. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.